ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തമ്പനയിൽ കണ്ടല്ലോ, ആ തമ്പനയിൽ കണ്ടതുപോലെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബാക്കിൽ ആദ്യം ഒരു ബോട്ട് നെക്ക് പോലെ ചെറിയ ഒരു നെക്ക് വരും, പിന്നെ അതിൻ്റെ താഴേക്ക് വലിയ ഒരു റൗണ്ട് നെക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ സാറ്റിൻ്റെ മെറ്റീരിയൽ, ഇതിൻ്റെ ലൈനിങ് മെറ്റീരിയലാണ്, ഇത് നമ്മൾ നാലായിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണമേ. ഇതിൻ്റെ അരികിലുള്ള ആ ഒരു ഇറഗുലർ വശങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഇഞ്ച് മാറ്റി ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ താഴേക്കുള്ള അളവുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ അളവുകളെല്ലാം ഓരോരുത്തരുടെ ബോഡിക്കനുസരിച്ച്, അവരുടെ ബോഡിയുടെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രയൊക്കെ വരണമെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ 8 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്, അതേപോലെ താഴേക്ക് ഒരു 8 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമുക്കത് കറക്റ്റ് ആണോ എന്ന് ഈ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിലൂടെ 8 ഇഞ്ച് ഉണ്ടോ എന്നൊന്ന് കറക്റ്റാക്കി വെച്ച് നോക്കാവേ. അപ്പോൾ അതാ ഒരു ലേശം കുറവുണ്ടായിരുന്നു, അപ്പം ഞാൻ അതൊന്ന് ലെവൽ ചെയ്ത് വരയ്ക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ബാക്കിൽ ആ ഒരു റൗണ്ട് വലിയ നെക്ക് വരുമെന്ന് പറഞ്ഞല്ലോ, ആ നെക്ക് നമ്മൾ സ്കാലപ്പ് രീതിയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ പകുതി 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പകുതി 2 ഇഞ്ചും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ 1 ഇഞ്ചാണ് ഇങ്ങോട്ടേക്ക് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ പോർഷനൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഈ മാർക്കിങ്സ് എല്ലാം കൂടി ഒന്ന് ചേർത്ത് വരയ്ക്കാം. ഇവിടെ ഞാൻ ചെസ്റ്റിൻ്റെ പോർഷൻ എടുക്കുന്നത് ഒരു 10.25 ഇഞ്ചാണ്. അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തയ്യൽ തുമ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ 1.5 ഇഞ്ചാണ് ഞാനിവിടെ തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടാൽ മതിയേ. പിന്നെ അതാ നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ വശം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 9 ഇഞ്ചാണ് ഇവിടെ വരുന്നത്, അതും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തേ. ഇനി ലെങ്ത് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചെടുക്കാം. ചിലർക്ക് ലെങ്ത് കൂടുതലായിട്ട് വേണ്ടവരുണ്ട്, ചിലർക്ക് ലെങ്ത് അധികം വേണ്ട. അപ്പോൾ ഇത് ഏകദേശം ഒരു 18 ഇഞ്ചാണ് ഞാനിവിടെ ഒരു ലെങ്ത് എടുക്കുന്നത്. ആദ്യം ഞാനൊരു 17 ഇഞ്ച് എടുത്തിട്ട് പിന്നെ ഞാനൊരു 1 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. കാരണം പിന്നെ നമ്മൾ തയ്ച്ചെല്ലാം തീർന്നു കഴിയുമ്പോൾ ഇത് സാറ്റിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇഴന്നു പോകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പോരാഴിക വന്നാൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 1 ഇഞ്ച് കൂടി പിന്നീട് ആഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അതിവിടെ ഞാൻ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് അവിടെ കൂടി ആ ഒരു മെഷർമെൻ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടുത്തെ ആ ഒരു മാർക്കിങ് വരുന്നത് ഞാൻ 10.25 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു അപ്പർ വേസ്റ്റ് പോലത്തെ ആ ഒരു പോർഷനായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചെസ്റ്റിൻ്റെ ഏകദേശം ആ ഒരു അളവ് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം. ഇതാ കൈക്കുഴി ഞാൻ ഇതുപോലെ ഒന്ന് വളച്ച് വരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലൈൻസ് എല്ലാം കൂടി നമുക്കിതുപോലെ ഒന്ന് 4 ഇഞ്ച് അകത്തേക്ക് കൂടി നീക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഷേപ്പിൻ്റെ പോർഷൻ ഇപ്പം ആ ഒരു കറക്റ്റ് അളവിലാണ് വെട്ടിയിരിക്കുന്നത്. ഇനി വെട്ടിയിരിക്കുന്നതല്ല, മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കതങ്ങ് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കാവേ. അപ്പോൾ അതങ്ങനെ വളച്ച് എടുക്കേണ്ട കാര്യമില്ല. ചിലപ്പം നമുക്ക് ഇച്ചിരി വണ്ണം കൂട്ടണമെങ്കിൽ നമ്മുടെ ഈ ഒരു കസ്റ്റമർ ആദ്യമായിട്ട് തയ്പ്പിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അളവ് നോക്കിയതിന് ശേഷം പിന്നീട് അത് കട്ട് ചെയ്ത് കളയാം. പിന്നെ ദാ ഇവിടെ ഞാൻ ഈ ഒരു നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് ഒരു 4 ഇഞ്ചാണ് അകലം എടുക്കുന്നത്. അതേപോലെ ഇറക്കം എടുക്കുന്നത് ഒരു 3.5 ഇഞ്ചാണ് ഞാൻ ആദ്യം കൊടുത്തത്. പിന്നെ ഞാനത് മാറ്റി ഒരു 2 ഇഞ്ചാക്കി കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ബാക്കിൽ അധികം ഇറങ്ങാത്ത കഴുത്ത് ബോട്ടിനൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ലെങ്ത് താഴേക്ക് വേണ്ട. അപ്പോൾ ഇത് ഞാൻ ആദ്യം മാർക്ക് ചെയ്തത് ഇതിൽ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ ഒരു മെഷർമെൻറ്റിലല്ല ഞാൻ ചെയ്തത്. പിന്നെ നമ്മൾ കസ്റ്റമറിനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവർക്ക് അധികം ആ ഒരു ബോട്ട് നെക്കിൻ്റെ ലെങ്ത് അധികം ഇറങ്ങണ്ട എന്ന് പറഞ്ഞത്.
അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ ഒരു ചേഞ്ച് കൊടുത്തത്. ഇപ്പോൾ 2 ഇഞ്ചാക്കി ഇതുപോലെ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അകലം 4 ഇഞ്ച് തന്നെ ആയിരുന്നു. പിന്നെ താഴേക്ക് നമ്മൾ ഒരു 1.5 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മുടെ ആ ഒരു വലിയ നെക്ക് നമ്മൾ റൗണ്ട് രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ 1.5 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് നമുക്കൊരു 10 ഇഞ്ച് ഇതുപോലെ ഞാനൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ 1.5 ഇഞ്ചിൽ നിന്നാണ് താഴേക്ക് ഞാനൊരു 10 ഇഞ്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ദാ സൈഡിലേക്ക് നമ്മൾ ഒരു 4 ഇഞ്ച് 4.5 ഇഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു നടുഭാഗമായിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഈ ഒരു വലിയ നെക്കിൻ്റെ നടുഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ജോയിൻ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരയ്ക്കാം. ഇതിലിനി ഷേപ്പുകളൊക്കെ വ്യത്യാസപ്പെടുത്തി നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഓരോരോ ഷേപ്പ് മാറ്റി കൊടുത്താൽ മതി. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാവേ. ഇപ്പം ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് ആ 1.5 ഇഞ്ചിലേക്ക് ഞാനിതുപോലെ കൊണ്ട് ചെന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്. ഇത് സാറ്റിൻ ആയതുകൊണ്ട് തന്നെ തെന്നി പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു ഇതിന്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബോഡിയുടെ ആ ഒരു മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയ ഭാഗം ഞാൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ടാണ് പിന്നെ നമ്മുടെ ആ ഒരു കഴുത്ത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. പിന്നെ ഞാനിത് ആദ്യമായിട്ടാണ് ഈ ഒരു നെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂഷൻസൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് കുറച്ചൊക്കെ ചേഞ്ചസൊക്കെ വരുത്തി ചെയ്തത്. അതുകൊണ്ട് കുറേ ഭാഗത്തൊക്കെ ഞാൻ കുറച്ച് മാർക്കിങ്സൊക്കെ രണ്ടാമത് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അകത്തെ പീസ് നമ്മളങ്ങ് മാറ്റി വെച്ചു. ഈ ഒരു ബാക്കിലത്തെ പീസ് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതാ നമ്മൾ മുകളിലത്തെ ആ ഒരു കഴുത്തങ്ങ് വെട്ടി മാറ്റിയേ. ഇനി നമുക്ക് താഴെയുള്ള ആ ഒരു റൗണ്ട് ഷേപ്പും കൂടി കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ ആ ഒരു മുകളിലത്തെ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്നും താഴെ ആ വലിയ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ആ ഒരു പോർഷൻ വന്നിട്ടുണ്ടല്ലോ, അതിനി നമ്മൾ ഈ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു പടി വെച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ നമ്മൾ ഹുക്ക് കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ തലഭാഗം കയറാൻ വേണ്ടി നമ്മളൊരു ഹുക്ക് കൊടുത്ത് അവിടെ ശരിയാക്കി എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മളതിൽ ഒന്നും ചെയ്യുന്നില്ല, കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കുന്നില്ലേ. ആ ഭാഗത്ത് വള്ളി വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ പറ്റുമേ നമുക്ക്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മളടുത്ത ഫ്രണ്ടിലത്തെ കഴുത്താണ് വെട്ടിയെടുക്കുന്നത്. അത് ഞാൻ 4 ഇഞ്ച് അതേപോലെ തന്നെ ബാക്കിൽ നമ്മളെടുത്ത് അതേ 4 ഇഞ്ച് തന്നെ അവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഒരു സ്വീറ്റ് ഹാർട്ട് നെക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സുകളാണ് ഞാൻ ഈ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. താഴേക്കുള്ള അകലം നമ്മൾ എടുക്കുന്നത് ഒരു 6.5 ഇഞ്ചാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു 6.25 ഇഞ്ചൊക്കെ വരും. പിന്നെ ബാക്കിൽ ഒരു ബോട്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ അധികം മലന്ന് പോകത്തില്ല ഈ ഒരു നെക്ക്. ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ആദ്യം റഫായിട്ടൊന്ന് വരച്ചിടണം. പിന്നെ ഇതിൽ കുറച്ചൊരു കാൽക്കുലേഷൻ ഞാനൊന്ന് മാറ്റി ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനൊരു 1/2 ഇഞ്ച് കൂടി ഇങ്ങോട്ട് നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ഷേപ്പ് ഒന്ന് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയാണ് ഇതുപോലെ ക്രോസിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരച്ചെടുക്കാം. ഇതൊക്കെ നമ്മുടെ മെഷർമെൻറ്റിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മാർക്കിങ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണമേ. അപ്പോൾ ഇവിടെ ഞാൻ ആ ഒരു സ്വീറ്റ് ഹാർട്ടിനൊക്കെ കറക്റ്റായിട്ട്
കറക്റ്റായിട്ട് വരുവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഒരു 1/4 ഇഞ്ച് മുകളിലേക്കും അതുപോലെ സൈഡിലും ഒരു 1/4 ഇഞ്ച് അകത്തേക്കുമായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങ് ഇതുപോലെ വളച്ച് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ 4 ഇഞ്ചിനേക്കാട്ടിൽ കൂടുതലൊന്നും നമ്മളിത് എടുക്കാൻ പാടില്ല. ചിലപ്പം ഇതിങ്ങനെ മലന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള അങ്ങ് കയറി ഇരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് അങ്ങനെ മലത്തി വെട്ടരുത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ ഒരു പ്രിൻസസ് ലൈൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മാർക്കിങ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ ഷോൾഡർ ഭാഗം ആ ഒരു 4 ഇഞ്ചും അതേപോലെ ഒരു 2 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഷോൾഡർ കട്ട് ചെയ്ത്. അപ്പോൾ അതുപോലെ ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നാണ് നമ്മൾ താഴേക്ക് ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ആ പോർഷൻ വരുന്നത്. അപ്പോൾ അതിനുള്ള മാർക്കിങ്സൊക്കെ നമുക്കിനി ഒന്ന് ചെയ്ത് കൊടുക്കാം. പ്രിൻസസ് കട്ടിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഇവിടെ ഞാനൊരു 4.5 ഇഞ്ചാണ് എടുക്കുന്നത് താഴ്ഭാഗം. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഒരു ലൈൻ വരുന്നത്. ഇനി ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്കും കൂടി നമുക്ക് ആ ഒരു ലൈൻ കൊണ്ടുവന്ന് യോജിപ്പിക്കണം. അതിനുള്ള കുറച്ച് മെഷർമെൻറ്റുകളൂടെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കും. പിന്നെ നമ്മൾ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ വരുന്ന ആ ഒരു കട്ടിങ് വരുന്നത് നമ്മൾ ഓരോരുത്തരുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻറ്റിൻ്റെ ആ ബ്രസ്റ്റ് പോയിൻ്റിൻ്റെ ഒക്കെ അനുസരിച്ചിരിക്കും. ഞാനിവിടെ ഒരു 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് താഴേക്ക്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലൈനിലേക്കാണ് ഇതിങ്ങനെ യോജിപ്പിച്ച് കൊണ്ടുവരേണ്ടത്. എന്നിട്ട് താഴെതാ ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ 4.5 ഇഞ്ച് ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അത് ജോയിൻ്റ് ചെയ്തൊന്ന് വരച്ചെടുക്കണേ. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് കിട്ടും ആദ്യം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചധികം വരകൾ വരച്ചിട്ടിട്ടുണ്ട്. അതാദ്യം ഞാൻ ആ ഒരു മെഷർമെൻറ്റ് നോക്കി ചെയ്തത് കൊണ്ടാണ്. ഇനി നമ്മളൊരു 3/4 ഇഞ്ചാണ് ഈ ഒരു 4.5 ഇഞ്ചിൽ നിന്ന് 2 സൈഡിലേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു 3/4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം ദാ ഇതുപോലെ ഒന്ന് മുകൾ വരെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ആദ്യം അടയാളപ്പെടുത്തിയ 4.5 ഇഞ്ചിൽ നിന്നാണ് 3/4 ഇഞ്ച് ഇരുവശത്തേക്കും നമ്മൾ ഡാർട്ടൊക്കെ കൊടുക്കുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തത്. എന്നിട്ട് അത് നമുക്കിതുപോലെ കട്ട് ചെയ്തങ്ങ് മാറ്റാവേ. ഇപ്പം അത് ടോട്ടൽ നമുക്കൊരു 1.5 ഇഞ്ച് അടുത്ത് കാണും. അത് നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞ് നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമുക്ക് ആ ഒരു മെയിൻ ക്ലോത്തിൽ വെച്ച് നെറ്റിൻ്റെ മെറ്റീരിയലാണ്, അപ്പം അതിനകത്ത് വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പം ഫ്രണ്ടും ബാക്കും പീസും ഞാൻ ഇതുപോലെ ഒരുപോലെ വെച്ചങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കൈയുടെ കട്ടിങ് കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫുൾ സ്ലീവാണ് വരുന്നത്. ഒരു 25 ഇഞ്ച് ഇറക്കത്തിൽ വരുന്ന ഒരു ഫുൾ സ്ലീവാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അതുപോലെ ലൈനിങ് ഉപയോഗിക്കുന്നില്ലേ. ഈ ട്രാൻസ്പെറൻറ്റ് നെറ്റിൻ്റെ സ്ലീവ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ 25 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ ഇവിടെ 18 ഇഞ്ചാണ് ആം ഹോൾ ടോട്ടൽ വരുന്നത്. അപ്പോൾ 9 ഇഞ്ച്, ആ 9 നിന്ന് ഹാഫ് കുറച്ചിട്ട് നമ്മളൊരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴേക്കൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിൽ 9 എവിടെയാണോ വരുന്നത് അതുപോലെ ഇതുപോലെ കൊണ്ടുവച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചരിച്ചൊരു വരയും വരയ്ക്കണം. എന്നിട്ട് ഈ വരച്ച ക്രോസ് ലൈനിൽ നമ്മൾ 9ൻ്റെ പകുതി 4.5യും അതുപോലെ 2.25 വീതം പകുതി വീതം ഒന്ന് അടയാളപ്പെടുത്തിയും കൊടുക്കണമേ. പിന്നെ ഈ ഒരു പോർഷനിൽ 1 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ഇതിൽ കാണിക്കുന്ന പോലെ 1/4 ഇഞ്ച് 2.25 മുകളിലേക്കും അടുത്ത 1/4 ഇഞ്ച് ഈ ഒരു 2.25 താഴേക്കുമായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുക്കണം. അപ്പോൾ ഒരു സ്ലീവിൻ്റെ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി ഇതുപോലെ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഈ ഒരു നെറ്റിൻ്റെ പോർഷനിൽ നിന്ന് തന്നെയാണ് നമുക്ക് താഴേക്കൊരു സ്കേർട്ടിൻ്റെ പോർഷനും വേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാലൻസ് തുണി നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കുക. അതേപോലെ ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ ആ ഒരു അംബ്രല്ല സ്കർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാവേ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണേ. അതേപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.